പിന്നെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ഈ മതപരിവർത്തന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് പിടിയിലായ സംഭവം സമാനമായ സംഗതി തൃശ്ശൂരും ഉണ്ടായെന്ന് കേൾക്കുന്നു. എന്താണ് സംഭവം? ശരിയാണ്. ഇപ്പോൾ കന്യാസ്ത്രീകളുടെ പീഡന കഥ തുടരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്തകൾ വരുന്നത്. ഇന്ന് അവരുടെ ജാമ്യാപേക്ഷ NIA കോടതി തള്ളിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെയുള്ള കാര്യങ്ങളിലേക്ക് അതുവരെ ചർച്ച എന്തായാലും നീളും. കോടതിക്ക് എന്തോ ഇതിൽ ഒരു അസ്വാഭാവികത തോന്നിയിട്ടുണ്ടാകണം. അതാണ് ജാമ്യാപേക്ഷ വീണ്ടും തള്ളിയത്. അപ്പോൾ കന്യാസ്ത്രീകളെ തറയിൽ കിടത്തിയിരിക്കുന്നു, അവർക്ക് മാനുഷിക പരിഗണന നൽകുന്നില്ല എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ഇന്നത്തെ മനോരമയുടെ ഓൺലൈനിൽ ഒരു വാർത്തയുണ്ട്. ആ വാർത്ത ഇങ്ങനെയാണ്: ആധാർ കാർഡ് തിരുത്തി പ്രായം കൂട്ടിക്കാണിച്ച് ബാലവേലക്കെത്തിച്ച 11 പെൺകുട്ടികളെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ രക്ഷപ്പെടുത്തി. ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഛത്തീസ്ഗഡ്, ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്ന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച 18 പെൺകുട്ടികളിൽ പ്രായപൂർത്തിയാകാത്ത 11 പേരെയാണ് രക്ഷിച്ചത്. കോട്ടയം, തൃശൂർ ജില്ലകളിലെ ചില മഠങ്ങളിൽ ജോലിക്കായാണ് ഇവരെ എത്തിച്ചത്. അതിനുശേഷമുള്ളത്, ഈ കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാൻ തൃശൂർ സ്റ്റേഷനിൽ മഠം ഭാരവാഹികൾ വന്നിരുന്നു എങ്കിലും പോലീസ് അവരെ മടക്കി അയച്ചു. പെൺകുട്ടികളെ എത്തിച്ച ഏജന്റ് ഒഡീഷ സ്വദേശി നാഗേന്ദ്രനെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കെതിരെ ബാലവേലയ്ക്ക് പ്രേരിപ്പിച്ചതിന് കേസെടുക്കുന്ന കാര്യം പരിഗണനയിലാണ്. ഏത് മഠമാണെന്ന് കൊടുത്തിട്ടില്ല. ഇല്ല, മഠത്തിന്റെ പേര് അവർ പുറത്ത് വെളിപ്പെടുത്തൂലല്ലോ. അപ്പോ ഇപ്പൊ ഛത്തീസ്ഗഡിൽ ഇത്തരത്തിൽ മതപരിവർത്തനം നടക്കുന്നില്ല, നിർബന്ധിത മതം മാറ്റം നടക്കുന്നില്ല. പെൺകുട്ടികളെ ആഗ്രയിലുള്ള സഭയ്ക്ക് കീഴിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് എന്നൊക്കെയാണ് ഈ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളികൾ പറയുന്നത്. സെയിം കാര്യം ഇപ്പോൾ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ചില മനുഷ്യാവകാശ പ്രവർത്തകരും മനുഷ്യസ്നേഹികളും പറയുന്ന അതേ കാര്യമാണ് ഇന്നത്തെ മനോരമ ഓൺലൈൻ അവർ തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കണം. അവർ തന്നെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ വലിയ രീതിയിൽ പീഡിപ്പിക്കുന്നു, വേട്ടയാടുന്നു, BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ക്രിസ്ത്യാനികൾക്ക് കിടക്കപ്പുറതിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വലിയ രീതിയിൽ വാഗ്വാദങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നടത്തുമ്പോഴും അന്ത്യചർച്ചകൾ നടത്തുമ്പോഴും അവരുടെ ഓൺലൈനിൽ വന്ന വാർത്തയാണ് 18 പെൺകുട്ടികളിൽ 11 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. തൃശ്ശൂരിലെ മഠത്തിൽ വീട്ടുജോലിക്കായി കൊണ്ടുവന്ന പെൺകുട്ടികളാണിവർ. അതിൽ 11 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ഇവരെ കൊണ്ടുപോകാൻ ഇവർ വരുമെന്നും ഏജന്റ് വഴി ഇവർ ഇവിടെ എത്തുമെന്നും അറിയാം. അതറിഞ്ഞുകൊണ്ടാണ് ഇവരെ ഏറ്റെടുക്കാനായി മഠത്തിൽ നിന്ന് ആളുകൾ വന്നത്. അപ്പോഴാണ് പോലീസ് അയക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഠത്തിലെ ഭാരവാഹികളെ തിരിച്ചയച്ചത്. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ ഇതിൽ ചിന്തിക്കാം. ഇത് ആരും അറിഞ്ഞില്ല. ആധാർ വരെ തിരുത്തിയാണ്, വലിയ ക്രിമിനൽ കേസാണ് ചെയ്തിരിക്കുന്നത്. ആധാർ വരെ തിരുത്തി വയസ്സ് മാറ്റി ഒക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവരെ ആരെയും തിരിച്ചറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പിടിക്കപ്പെട്ടിട്ടില്ല. ഇത് നേരെ മഠത്തിലെത്തി, കോട്ടയത്തെയും തൃശ്ശൂരിലെ മഠങ്ങളിലെത്തി എന്ന് കരുതുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ജോലിക്ക് നിൽക്കണമെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യൻ മതം സ്വീകരിക്കണമെന്ന് പറയുകയാണ്. ഇതിലുള്ള 11 പെൺകുട്ടികൾ പ്രായപൂർത്തിയാകാത്തവരാണ്. ബാക്കിയുള്ളവർക്ക് അവിടെ ജീവിക്കാൻ ചിലപ്പോൾ നിവൃത്തിയില്ലാത്തത് കൊണ്ടായിരിക്കാം ഈ ഏജന്റുമാർ വഴി കേരളത്തിൽ ജോലിക്കായി വരുന്നത്. ഇവർക്ക് തിരിച്ചു പോകാനും പറ്റില്ല. അപ്പോ ഇവര് പറയുകയാണ്, നമ്മുടെ മതത്തിലേക്ക് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റൂ. ഇവിടെ നിന്നിറങ്ങിയാൽ മറ്റൊരു അഭയ കേന്ദ്രം ഈ കുട്ടികൾക്കില്ല. തീർച്ചയായിട്ടും അവർ പറയും, ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ നിങ്ങളുടെ മതത്തിലേക്ക് വന്നോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ടുവന്ന് ബാലവേല ചെയ്യിപ്പിക്കുന്നു, മനുഷ്യക്കടത്ത്, അതിനപ്പുറം മതം മാറ്റൽ. ഇതൊക്കെ കേരളത്തിലാണ്. ഇത് നമ്മൾ പറഞ്ഞ വാർത്തയല്ല, മനോരമ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. ഈ മനോരമ തന്നെ അന്ത്യചർച്ചകളിൽ ഇരുന്ന് പറയുകയാണ്, കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ ദ്രോഹിക്കുകയാണ്, ഉപദ്രവിക്കുകയാണ്, അവരെ ക്രിസ്ത്യൻ സഭകളെയും ക്രിസ്ത്യൻ മിഷണറിമാരെയും BJP അധിക്ഷേപിക്കുകയാണ്, അത് ചെയ്യുകയാണ്, ഇത് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഛത്തീസ്ഗഡിൽ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നടന്നത്. ഒരാള് 3 പെൺകുട്ടികളെ കൊണ്ടുവരുന്നു, സിസ്റ്റർമാർക്ക് കൈമാറുന്നു. ആ കൈമാറുന്നതിനിടയിലാണ് സംശയം തോന്നി ബജറംഗ് ദൾ പ്രവർത്തകർ വന്ന് ചോദ്യം ചോദിക്കുന്നത്. പിന്നീട് അത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതും അവരുടെ ആധാർ കാർഡിൽ ഒരു പേര്, നെറ്റികൾ കുറി, ഇതൊക്കെ കണ്ടുകൊണ്ട് ബജറംഗ് ദളിന്റെ നേതാവ് ജ്യോതി ശർമ്മ ഇടപെടുന്നതും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുന്നതും പിന്നീട് അത് മുഴുവൻ ആളുകളും ചർച്ച ചെയ്യപ്പെട്ടതും ഒക്കെ അങ്ങനെ തന്നെയാണ്.
അപ്പോൾ കേരളത്തിലും ഇത് സംഭവിക്കുന്നുണ്ട് എന്ന് കണ്ണു തുറന്ന ബോധമുള്ള അവർ പറയുന്നത്, അവർ ഭയങ്കര രീതിയിൽ ബോധത്തോടെ അവര് സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുന്നവരാണെന്നല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഈ വാർത്ത തെറ്റാണെന്ന് അവർ തന്നെ പറയണ്ടേ? തെറ്റാണെന്ന് അവർ പറഞ്ഞില്ലെങ്കിൽ ഈ വാർത്ത ഛത്തീസ്ഗഡിൽ നടക്കുന്നത് മനുഷ്യക്കടത്താണ്, മതപരിവർത്തനമാണ് എന്ന് ഇവർ അംഗീകരിക്കേണ്ടി വരും, ഇല്ലേ? അല്ല, ഇത് കേരളത്തിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ക്രിസ്ത്യൻ മഠത്തിൻ്റെ പേരിലാണെങ്കിൽ ഇതിനു മുമ്പ് ചില മദ്രസകൾ കേന്ദ്രീകരിച്ച് ഇതേപോലുള്ള സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അവർക്ക് ഏറിയ പങ്കും ഈ കുട്ടികളെ കൊണ്ടുവരുന്ന ഇവിടെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാം എന്നുള്ളതാണ്, പറ്റുമെങ്കിൽ ഒരു തൊഴിലും ഇതൊക്കെ വാഗ്ദാനം ചെയ്താണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആശ്രയിക്കുന്നവർ അല്ലെങ്കിൽ അവർ മൂലമാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ചിന്തയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വിശ്വാസവും ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇതേപോലെ മനുഷ്യക്കടത്ത്, സത്യം പറഞ്ഞാൽ ഇത് മനുഷ്യക്കടത്തെന്നതിനല്ല കൃത്യം പറയേണ്ടത്, ഇത് ഈ കുട്ടികളെ കടത്തെന്ന് വേണം പറയാൻ. കുട്ടികളെ കടത്തിയ ഈ ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രേമലല്ലേട്ട, ഈ 11 പേര് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു 15, 14, 12 വയസ്സൊക്കെ ഉള്ള ഈ പെൺകുട്ടികളെ ഈ മഠത്തിൽ ഒരു ആഹാര രീതിയൊക്കെ ഉണ്ട്. അവർക്ക് ഈ നല്ല പോഷക ഗുണമുള്ള നല്ല രീതിയിലുള്ള ആഹാരമാണ് സിസ്റ്റർമാർ കഴിക്കുന്നത്. മേശ മുഴുവൻ ഇങ്ങനെ വിളമ്പി വച്ച് അങ്ങനെ ഭയങ്കര വിഭവ സമൃദ്ധമായ ആഹാരങ്ങളാണ് ഇവർ കഴിക്കുന്നത്. അവിടെ തന്നെ ഒരു ഈ അഗതികളായ കുട്ടികളുണ്ടാകും, അതായത് അച്ഛനമ്മമാരുണ്ടാകും, പക്ഷേ പഠിപ്പിക്കാൻ ഗതിയില്ലാത്ത, അവരെ നോക്കാൻ ഇതില്ലാത്ത അച്ഛനമ്മമാരുണ്ട്. അവരെ ഈ മഠത്തിന്റെ തൊട്ടടുത്ത് ഒരു അഗതി മന്ദിരം പോലെ കെട്ടിയിട്ടിരിക്കും. അവിടെയാണ് ഈ കുട്ടികളെ പാർപ്പിച്ചിരിക്കുന്നത്. ഇവർ ഈ വിഭവ സമൃദ്ധമായ ആഹാരം കഴിക്കുമ്പോൾ ആ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കപ്പങ്ങയില്ലേ, നമ്മൾ പപ്പായ, അത് വെച്ചിട്ടൊരു തോരനോ അല്ലെങ്കിൽ അതിന്റെ ഒരു കറിയോ കഞ്ഞിയോ, ഇതാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഇവർ ഈ പന്നിയിറച്ചിയും കോഴിയിറച്ചിയും അതും ഇതുമൊക്കെ വാരി വലിച്ച് കഴിക്കുമ്പോൾ ഈ കുഞ്ഞു മക്കൾ കഴിക്കുന്നത് ഇതാണ്. ഇത് എവിടെയാണ് സംഭവം എന്താണെന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല, കാരണം എനിക്കത് നേരിട്ട് അനുഭവമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് അത് എവിടെയാണെന്നൊക്കെ പറഞ്ഞത് വിവാദം ഉണ്ടാക്കാൻ നമുക്ക് മിക്ക മഠങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർ വലിയ രീതിയിൽ പിന്നെ എന്താ പറയുക, ആഹാരവും നല്ല ഇതുമൊക്കെ കഴിക്കും. പക്ഷേ പിന്നെ ഈ പിന്നെ ഇതുപോലെ വന്ന് താമസിക്കുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പ്രാധാന്യം ഇവർക്ക് നൽകൂല. അതുപോലെ തന്നെ ഈ നടത്തുന്ന ഹോസ്റ്റലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ലോകത്തില്ലാത്ത ചിട്ടയും ഇതുമൊക്കെയാണ് ഇവർ കാണിക്കുന്നത്. ഈ മഠത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിച്ചു പോയാൽ പല മഠങ്ങളിലുള്ളവർക്കും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വരും. കാരണം പല കന്യാസ്ത്രീകളും കുപ്പായ അഴിച്ചു വെച്ചിട്ട് പുറത്തു വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ഈ അച്ഛന്മാര് ഗർഭിണിയാക്കിയ ഇടവകയിലെ പിള്ളേർ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും പലയിടത്തും ഉണ്ട്. ഇപ്പോഴും പല നമുക്ക് പറയണ്ട, അത് പറഞ്ഞാൽ വലിയ വിവാദങ്ങളിലേക്ക് പോകും, അതൊക്കെ വിട്ടേക്കാം. പക്ഷേ ഈ സംഭവങ്ങൾ എന്ന് പറയുന്നത് ഈ പെൺകുട്ടികളെ ഒഡീഷയിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും കൊണ്ടുവന്ന് ഒരു ഏജന്റ് വഴി കൊണ്ടുവന്ന് ബാലവേലയ്ക്കായി ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെ വീടുകളിൽ ചിലപ്പോൾ വിടത്തില്ല. കാലാകാലങ്ങളോളം ഈ പെൺകുട്ടികൾ ഇവിടെ തന്നെ കിടന്ന് ജോലി ചെയ്യേണ്ടി വരും. ശാരീരികമായും മാനസികമായും അവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ മനുഷ്യക്കടത്തും പ്രേമലാലായിട്ട് പറഞ്ഞ കുട്ടിക്കടത്തും മതം മാറ്റവും ഇത് എല്ലാ മഠങ്ങളിലും ഇല്ലെങ്കിലും ചില മഠങ്ങളിൽ ഇതുണ്ട്. അത് സത്യസന്ധമായ കാര്യം തന്നെയാണ്. ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാർക്ക് അത്തരത്തിലൊരു കാര്യം ചെയ്തതിന്റെ തെളിവുകൾ കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോൾ അവരുടെ ജാമ്യാപേക്ഷ വീണ്ടും കോടതി തള്ളി രംഗത്തെത്തിയിരിക്കുന്നത്.